രഞ്ജുവാണേ ദിവസങ്ങളിലേക്ക് സ്വാഗതം. വിദേശയാത്ര പോകുന്നവർക്കുള്ള ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വിദേശയാത്ര പോകുമ്പോൾ അവിടെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഞാൻ കുറച്ച് രാജ്യങ്ങളെ ലിസ്റ്റ് പറയാം. അവിടെ 1 ഇയർ നമ്മളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അത് USA, UK, സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, ഫിൻലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഭൂട്ടാൻ, ന്യൂസിലാൻഡ്, അതുപോലെ സൗത്ത് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും. ഇതിൽ UKയും USA ചില സിറ്റികളിൽ ചെല്ലുമ്പോൾ IDP അവർ ചോദിക്കും. IDP എന്താണ് നമുക്ക് ഇത് അടുത്ത സെഷനിൽ പറയാം. പിന്നെ അതേപോലെ ന്യൂസിലാൻഡിലാണ് എങ്കിൽ 21 വയസ്സായതിനു ശേഷം മാത്രമേ അവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 18 വയസ്സായിട്ട് നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലും അവിടെ 21 വയസ്സിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ജർമ്മനിയും സ്പെയിനിലും ആണെങ്കിൽ 6 മന്ത്സ് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ലൈസൻസുമായിട്ട് ഓടിക്കാൻ പറ്റും. അതുപോലെ കാനഡയും ഓസ്ട്രേലിയ ആണെങ്കിൽ 3 മന്ത്സും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നോർമലി ടൂറൊക്കെ പോകുന്നവർ അത്രയും നാൾ അവിടെ നിൽക്കില്ല, എങ്കിലും അതിൻ്റെ ഒരു ലിസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇംഗ്ലീഷിലായിരിക്കണം. നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഉള്ളതെല്ലാം ഇംഗ്ലീഷ് തന്നെയാണ്. അതേപോലെ ഒരു വാലിഡായിട്ട് ഇൻഷുറൻസ് എടുക്കണം. അത് അവിടെ നിർബന്ധം ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ റിസ്ക് എടുത്താണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. പിന്നെ അതേപോലെ അവിടെ ചെന്നിട്ട് പ്രൈവറ്റ് വണ്ടിയല്ല നമുക്ക് ഓടിക്കേണ്ട, റെൻ്റേ കാറാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ റെൻ്റേ കാർ അവിടെ കിട്ടുന്ന വണ്ടികളാണ് ഓടിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ IDP എന്താണെന്ന് നോക്കാം. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റ് ഒന്നും എടുക്കണ്ട. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് തന്നെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് 150ഓളം രാജ്യങ്ങളിൽ നമുക്ക് മാക്സിമം 1 ഇയർ വരെ ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് പരിവാഹനിൽ പോയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് അത് ഒരാഴ്ചക്കുള്ളിൽ ഇഷ്യൂ ആയി വരും. ഇതിന് നമുക്ക് വേണ്ടത് വാലിഡായിട്ടുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ പാസ്പോർട്ട്, പിന്നെ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് ആ കൺട്രിയുടെ വിസ, പിന്നെ നമ്മുടെ ഫോട്ടോ. ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് അറൗണ്ട് 1000 റുപ്പീസാണ് ആവുന്നത് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. 150 കൺട്രീസിലേക്ക് മാക്സിമം 1 ഇയർ വരെ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് UAE-യിലേക്കാണ്. UAE-യിൽ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല, IDP വേണം. IDP ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് റെൻ്റേ കാർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടുന്ന് ആൾക്കാർ അവിടെ പോയിട്ട് ജോബ് വിസയൊക്കെ കിട്ടിയിട്ട് റെസിഡൻറ്റ് പെർമിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ IDP വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല. ഇവിടുന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഈ IDP ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് റെസിഡൻറ്റ് പെർമിറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവൽ ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.